കന്യകാത്ത വിൽപ്പന 24%. ഒരു രാത്രിക്ക് 50,000 രൂപയോ? വാ. എന്തു പറ്റി? എന്താണെന്ന് മനസ്സിലായില്ലേ? ഇതെന്തുവാ? എന്താ നിങ്ങൾ ഈ കാണുന്നേ? നീ ഒരുപാട് മാറിയിരിക്കുന്നു. നീ ഒരു ബിസിനസ്സുകാരിയായി മാറിയിരിക്കുന്നു. നീ നിന്റെ ശരീരം വിൽക്കുകയാണ്. നിനക്ക് ഒരു സ്വർണ്ണ പണിക്കാരനാകാമായിരുന്നു. മനസ്സിലായോ? എനിക്ക് എന്നെ തന്നെ ഓർത്ത് ലജ്ജ തോന്നുക. രാത്രി 2 മണിക്ക് വീട്ടിലെത്തിയോ? രാത്രി 2 മണിക്ക് കയറി വന്നിട്ട് എന്തോ തരത്തിലുള്ള ഒരു ദുർഗന്ധം നിന്നിൽ നിന്ന് വരുന്നു. അതായത് ഞാൻ പറയുന്ന കേൾക്ക്. ഞാൻ എന്ത് കേൾക്കണം? പറ. ഇതിനെന്ത് മറുപടി നിനക്ക് പറയാനുള്ളത്? എക്സ്പ്ലനേഷൻ. പെൺകുട്ടികളൊക്കെ ബലാത്സംഗം ചെയ്യപ്പെടുന്നു. ഇതിനൊരു ഉത്തരവാദിത്വമില്ല. എത്രയോ കാലം നിന്നെ കാത്തിരുന്നു. അന്നൊന്നും നിന്നെ കണ്ടിട്ടില്ല. അന്നൊരു ദിവസം ഒരു പെൺകുട്ടിക്ക് വേണ്ടി അവളുടെ കാര്യം സാധിക്കാൻ ബസ്സിൽ നിന്ന് എത്ര പേരോ ഇറങ്ങിയേ? നീ ഒരു പ്രൊമോഷന് വേണ്ടി അവളെ തനിച്ച് കാണാൻ പോയില്ലേ? ഇന്നൊരു പെൺകുട്ടി അവളുടെ കാര്യം സാധിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോ നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തെല്ലാം തരം ചെയ്തു. അപ്പൊ ഈ ബിസിനസ്സിന് പോയപ്പോ വേശ്യാന്ന് പറയാൻ തുടങ്ങി. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാ നിങ്ങൾ ഈ പെണ്ണുങ്ങളുടെ ശരീരത്തെ വേശ്യയായിട്ട് കരുതുന്നത്? തീർന്നോ നിന്റെ വിശദീകരണം? ഇവിടുന്ന് പുറത്തു പോ. എന്റെ ഈ 79ാമത്തെ വയസ്സിൽ നിന്നിൽ നിന്ന് ജീവിത പാഠങ്ങളൊന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇറങ്ങി പുറത്തു പോ. നീ എന്റെ മകളല്ല. ഞാൻ എങ്ങോ പോവാൻ റെഡിയാ. എനിക്ക് ഉദ്ദേശിക്കുന്ന പോലെ 50% കിട്ടിയ ഞാൻ സന്തോഷാണ്. ഇപ്പൊ തന്നെ ഇവിടുന്ന് പോ. നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവുമില്ല. ഹലോ, സബി. മാഡം, ഞാനിപ്പോൾ എന്താ എഴുതേണ്ടത്? എന്ത് ടൈറ്റിൽ തുടങ്ങണം? ഒന്നും പറഞ്ഞില്ലല്ലോ നിങ്ങൾ. പറയൂ മാഡം. നിങ്ങൾ ബിസിനസ് ചെയ്ത് അതിൽ സക്സസ്ഫുൾ ആയി ഇപ്പം നല്ലൊരു ടോപ്പ് പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ എന്നെപ്പോലെ ഒരു തന്നെ ഇങ്ങനെ എഴുതാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്ത് എഴുതണം? ഞാൻ എങ്ങനെ എഴുതണം? നല്ലതാണോ ചീത്തയാണോ എഴുതാൻ പോകുന്നേ? അതെ, തീർച്ചയായിട്ടും. ഒരിക്കലും ഇല്ല. എപ്പോഴും നല്ലതാ നല്ലത്. എന്ത്? ചെന്ന് ആ വാതിലടച്ചിട്ട് വാ. മനസ്സിലായില്ല. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ആ താക്കോല് നിങ്ങൾ എനിക്ക് തരുന്നില്ല.